ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചില്ലി ചിക്കൻ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന അതേ ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിക്കൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ക്യൂബ്സ് മാതിരി ഞാൻ കട്ട് ചെയ്തെടുക്കുക ഇതിന്. അതുകൂടാണ്ട് ഇത് ബോൺലെസ് ചിക്കനാണ്. ഒരു 200 ഗ്രാം ചിക്കനാണ് ഇതില്ലേ, അതിൻ്റെ ഒരു അളവാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഫസ്റ്റ് ഇതിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം. നമ്മൾ സോസെല്ലാം യൂസ് ചെയ്യുന്നത് കൊണ്ട് ഉപ്പ് സോസിലെല്ലാം നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ബാലൻസ് ചെയ്തിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. അതുകൂടാണ്ട് ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാൻ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് ഞാൻ കുറച്ചൊരു 1/4 ടീസ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, നമ്മളിതിപ്പോൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് മതി. അതിൻ്റെ വെച്ച് കുറച്ച് ചില്ലി സോസ് കൂടെ ചേർക്കാം, കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു മുട്ട എടുക്കുന്നുണ്ട്. ഒരു മുട്ട നമുക്ക് ഉടച്ച് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വിനീഗർ കൂടെ ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾ ചേർക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരു അത് ചിക്കൻ നല്ലൊരു സോഫ്റ്റ് ആക്കി കൊടുക്കും ഇതിൽ ചേർത്താൽ. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അടുത്തത് 1.5 ടീസ്പൂൺ കോൺഫ്ലോറും 1.5 ടീസ്പൂൺ മൈദയും ചേർക്കാം. ഇത് 1.5 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. അതുമാതിരി 1.5 ടീസ്പൂൺ മൈദ കൂടെ ചേർക്കാം. രണ്ടും ഈക്വലായിട്ടാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഒരു അരമണിക്കൂറേക്ക് നമ്മളിത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കണം, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. പക്ഷേങ്കിൽ കുറച്ചുകൂടെ നമ്മൾ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇത് ഏകദേശം അരമണിക്കൂറായി എടുത്ത് വെച്ചിട്ട് ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ സ്റ്റൗവിലൊരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ചേർക്കാം. നമ്മൾ ഒരുപാട് ഒന്നിച്ചിട്ട് കൊടുക്കാൻ പാടില്ല, കുറച്ച് മാത്രം ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരില്ല. പുറമേ മാത്രം അത് നല്ല ക്രിസ്പായിട്ട് വന്നിട്ട് ഉള്ളിൽ വെന്ത് കിട്ടാത്ത മാതിരി ഉണ്ടാവും. അപ്പോൾ ഇത് ചിക്കൻ 2 സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇത് ഓയിലിലേക്ക് തിരിച്ച് അതിൻ്റെ സെക്കൻഡ് ബാച്ച് കൂടെ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിപ്പിച്ചെടുത്താൽ മതി. ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടണം ഉൾഭാഗം. കുറച്ച് വലിയ പീസും കൂടിയാണ്, അപ്പോൾ കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ ഇത്ര വലിയ പീസ് എടുക്കണം നിർബന്ധമില്ല, നിങ്ങൾക്ക് അനുസരിച്ചിട്ട് അത് ചെറുതും വലുതും ആക്കിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റാം. ഇവിടെ ചിക്കൻ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളെന്നെ കണ്ടാൽ മനസ്സിലാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. ഇത് നമ്മൾ ആ ഒരു അരമണിക്കൂർ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ചിക്കൻ ഇവിടെ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിന് മെയിനായിട്ട് വേണ്ടത് സവാള ആണ്, വലിയ ഉള്ളിയാണ്. അത് ക്യൂബ്സ് ആയിട്ട് തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം. ഏകദേശം ഒരു ഇടത്തരത്തിൽ കുറച്ചുകൂടെ വലുതായിട്ടുള്ള ഉള്ളി എടുത്തിന് ഞാൻ. അതുകൂടാണ്ട് 2 ടേബിൾ സ്പൂൺ സെയിം സവാള തന്നെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൂടിയുണ്ട്, ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേമാതിരി ഗ്രീൻ ചില്ലി ഒരു 3 ഞാൻ എടുത്തിന്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് അതിൽ മാറ്റം വരുത്താം. ഗ്രീൻ ചില്ലി ഇത് ഞാൻ എടുത്തത് എരിവ് കുറവില്ലത് ഇതാണ്. നിങ്ങൾക്കൊരു 4-5 വരെ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതേമാതിരി തന്നെ ഇവിടെ ഞാൻ ഗാർലിക്ക് കൂടെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 8 അല്ലി ഗാർലിക്ക് ഉണ്ടാവും, ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ്. സ്പ്രിംഗ് ഒണിയൻ, അതേമാതിരി ക്യാപ്സിക്കും അതേമാതിരി ക്യൂബ്സായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് ചെയ്തെടുക്കുകയെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം.
അപ്പോൾ ഇവിടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് വെളുത്തുള്ളി ഫസ്റ്റ് ചേർക്കണം. ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ്. ഇത് ലൈറ്റ് ഒരു ബ്രൗൺ കളറാണ്, ഒരുപാട് ബ്രൗൺ ആവണ്ട, ലൈറ്റായിട്ട് ആയാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ലൈറ്റായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ കുറച്ച് ഇഞ്ചി കൂടെ ചേർക്കാം. ഞാൻ ഇഞ്ചി ചേർക്കുന്നതിന് പകരമായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇഞ്ചി അതിൽ ചേർത്താൽ അത് നമ്മൾ കടിക്കുമ്പോൾ ഒരുമാതിരി ഉണ്ടാവും, ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതൊഴിവാക്കാനാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തന്നെ ചേർക്കുന്നത്. ഇവിടെ കുറച്ച് ചേർത്താൽ മതി, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇത് നന്നായിട്ടൊന്ന് വാടി വരണം, അതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടണം, അപ്പോഴേ അതിന് ആ ഒരു ടേസ്റ്റ് വരുമല്ലോ. ഇത് ഏകദേശം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച് സവാള ചേർക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ചേർത്തിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് സോസ് ചേർക്കാം, എടുത്ത് വെച്ച് സോസ് ചേർക്കാം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് യൂസ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇത് ഞാൻ ഡാർക്ക് സോയാ സോസ് ആയതുകൊണ്ടാണ് 1/2 ടേബിൾ സ്പൂൺ മാത്രം ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടെ, നല്ലൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ ചേർത്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. നമ്മളിത് സോസ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കണം. അതിൻ്റെ ആ സോസിന് ഒരു പച്ചമണം, ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അതൊന്ന് നന്നായിട്ട് ഡ്രൈ ആയാൽ ശരിയായി കിട്ടും. അതിനുശേഷം ഇതിപ്പോൾ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് മുറിച്ച് വെച്ച ബാക്കി സാധനങ്ങളും കൂടെ ചേർക്കാം. ഞാൻ ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ച് വെച്ചത് ചേർക്കുന്നുണ്ട്. പച്ചമുളക് നന്നായിട്ട് അതിനൊന്ന് പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉള്ളി ക്യൂബ്സായിട്ട് മുറിച്ചത് ചേർക്കാം. ഒരുപാട് വെന്ത് വരേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് സമയം അതൊന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ ഉള്ളി ഇവിടെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1 സ്പൂണ് കോൺഫ്ലോർ കലക്കുന്നുണ്ട്. 1 സ്പൂണ് കോൺഫ്ലോർ വെള്ളത്തിലേക്ക് കലക്കാം. ഇത് ഗ്രേവിക്ക് ആവശ്യമുള്ള അളവിന് നമ്മൾക്ക് എടുക്കാം. ഞാനിപ്പോൾ എനിക്ക് കൂടുതൽ ഗ്രേവി വേണ്ട, അതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾ കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്താം. ഇതിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ചേർക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിൽ. നിങ്ങൾക്കിത് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കൂടുതൽ കോൺഫ്ലവർ ചേർത്താൽ മതി. ഞാൻ 1 സ്പൂൺ എടുത്തതിൻ്റെ പകുതി മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഫുള്ളായിട്ട് ചേർത്തില്ല. എനിക്ക് ഒരുപാട് ഗ്രേവി വേണ്ടാന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. ഈ സമയം നമ്മൾ എടുത്ത് വെച്ച ക്യാപ്സിക്കം കൂടി ചേർക്കാം. ക്യാപ്സിക്കം ഫസ്റ്റിലേ ചേർത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെന്തിട്ട് അതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റിലോട്ട് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച് ചിക്കൻ ഇതിൽ ചേർക്കാം. ഫുള്ളായിട്ട് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഈ സമയത്ത് നിങ്ങൾ ഇതിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പെല്ലാം നോക്കിയിട്ട് ചേർക്കണം. ഞാൻ ഇത് തനിയായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. എനിക്ക് സോസിൽ തന്നെ നല്ല ഉപ്പില്ലത് കൊണ്ട് ഉപ്പ് കറക്റ്റായിട്ടുണ്ടായിന്. നന്നായിട്ടൊരു മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്താൽ മതി. ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോഴും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിൽ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ഒന്ന് എടുത്തിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കൂടുതൽ ചേർക്കണം. ഞാൻ ഇവിടെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് ഞാൻ വീണ്ടും പ്രത്യേകം എടുത്ത് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ചിലർക്ക് ഗ്രേവി കൂടുതൽ ഇഷ്ടമുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാം. ഞാനിതിവിടെ ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെത്തേഡാണ്.
നിങ്ങൾ ഇതേ സെയിം മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു മെത്തേഡാണ്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക.